നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടർന്നാലും അവസാനിച്ചാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഹമാസിന്റെ എല്ലാ നേതാക്കളും ഇതോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും തല ഉയരാത്ത വിധം ഹമാസിന്റെ എല്ലാ നേതാക്കളെയും വധിച്ചതോടെ ഇസ്രായേൽ ഗാസയിൽ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. ഇസ്രായേലുമായി പോരാട്ടം നടത്തുന്ന പ്രധാന സായുധ സംഘങ്ങളാണ് ഗാസയിലെ ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും. ഈ രണ്ട് സായുധ സംഘങ്ങൾക്കും ഇറാൻ സഹായിക്കുന്നുണ്ട് എന്നതിനാലാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ ആക്രമിച്ചത്. ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രായേൽ സൈനിക നീക്കം തുടങ്ങിയത്. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയതിന് പിന്നാലെ ലെബനൻ അതിർത്തി കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധമുഖം തുറക്കുകയായിരുന്നു. ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും തലവന്മാരെ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയാണ് ഇസ്രായേൽ ഇരു സായുധ സംഘങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെയാണ് ഈ നിലയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായാണ് യഹിയ സിൻവാർ കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ സിൻവാറിന്റെ കൊലപാതകത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമെല്ലാം വലിയ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് പ്രതികരിച്ചത്. ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ അവസാന നിമിഷങ്ങളെന്ന് അവകാശപ്പെടുന്ന വീഡിയോ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ ഗാസയിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത്. ഹമാസിന്റെ സുരക്ഷിതമായ ഒളിയിടങ്ങളിൽ കടന്നു കയറിയായിരുന്നു ഈ കൊലപാതകം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറിയുള്ള ഹമാസ് ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് യഹിയ സിൻവാർ എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. പലസ്തീനു മേലുള്ള ഇസ്രായേൽ അധിനിവേശത്തെ നഖശിഖാന്തം എതിർത്ത നേതാവാണ് സിൻവാർ. മറ്റൊരു നേതാവായ ഹസൻ നസ്രല്ലയെ 2024 സെപ്റ്റംബർ 28 ഹിസ്ബുള്ളയുടെ ഒളിയിടത്ത് കയറി ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചായിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു 2024 ജൂലൈ 31 ഹനിയ കൊല്ലപ്പെട്ടത്. 1987 ഹമാസ് രൂപീകരിച്ചതു മുതൽ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഹനിയ. 2024 സെപ്റ്റംബർ 30 മറ്റൊരു ഹിസ്ബുള്ള നേതാവായ ഫതഖ് ഷരീഫിനെ ഇസ്രായേൽ വധിച്ചത്. നസ്രല്ലയെ വധിച്ച വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായ അലി കരാക്കി കൊല്ലപ്പെട്ടത്. ഭൂഗർഭ ബങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അന്ന് 20 ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. 2024 സെപ്റ്റംബർ 28 തന്നെ ആ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൗഹ് ഹിസ്ബുള്ളയുടെ സെൻട്രൽ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ഹെഡായിരുന്നു. ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റിന്റെ തലവനായിരുന്നു മുഹമ്മദ് സ്രൂർ. ഒക്ടോബർ 7 ശേഷം ലെബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകനായിരുന്നു മുഹമ്മദ് സ്രൂർ. ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിന്റെ തലവനായിരുന്ന ഇബ്രാഹിം ഗുബൈസി കൊല്ലപ്പെട്ടതും ഇത്തരത്തിൽ 50ഓളം ഹമാസ് നേതാക്കളെയാണ് 1.5 വർഷത്തിനുള്ളിൽ ഇസ്രായേൽ വധിച്ചത്. ഇപ്പോഴും ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഒളിത്താവളങ്ങളിൽ കഴിയുന്ന മുഴുവൻ ഹമാസുകളെയും കൊന്നൊടുക്കാതെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസിന്റെ തുരങ്കത്തിനുള്ളിൽ വിഷപ്പുക കയറ്റുന്നതുൾപ്പെടെ നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 37 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തിയിരുന്ന ഭക്ഷണ വിതരണത്തിനിടെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. മരിച്ചവരിൽ 8 പേർ കുട്ടികളാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 150 പേർക്ക് പരിക്കുകളുണ്ട് എന്നാണ് വിവരം. ഒരാഴ്ചയിലേറെയായി സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ്. 200-ലേറെ പേർ ഈ മാസം മാത്രം കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ട്. ജൂൺ 15 വരെയുള്ള കണക്ക് പ്രകാരം 56,077 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ സ്ഥിരീകരണം. അതിൽ 17,121 പേർ കുട്ടികൾ. അതിനിടെ എത്രയും വേഗം മേഖലയിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി 2023 ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. 50 ബന്ദികളാണ് ഇനിയും ഹമാസിന്റെ പിടിയിലുള്ളത്. അതിൽ 25 പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഹമാസിന്റെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ നേതൃനിരയിൽ നിന്നും ആരും തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാന പരിമിതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.